കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണം വീണ്ടും പ്രതിസന്ധിയിലേക്ക്. നീതി മെഡിക്കൽ സ്റ്റോർ വഴിയുള്ള മരുന്ന് വിതരണം നിർത്തി സിറ്റി സർവീസ് സഹകരണ ബാങ്ക്. മരുന്ന് നൽകിയ വകയിൽ 4.77 കോടി രൂപയാണ് ബാങ്കിന് ലഭിക്കാനുള്ളത്. കുടിശ്ശിക ഉടൻ നൽകിയില്ലെങ്കിൽ ബാങ്കിന്റെ പ്രവർത്തനം അവതാളത്തിലാകുമെന്ന് ചൂണ്ടിക്കാട്ടി ബാങ്ക് മാനേജർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കത്തയച്ചിരുന്നു. മറുപടി ഒന്നും ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് ബാങ്ക് മരുന്ന് വിതരണം നിർത്തിയത്. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തുടരുന്ന മരുന്ന് പ്രതിസന്ധി നമ്മൾ എപ്പോഴും വാർത്തയാക്കുന്നതാണ്. പല വിധത്തിലുള്ള മരുന്ന് വിതരണ പ്രതിസന്ധിയാണ് വിതരണത്തിലാണ് തടസ്സം നേരിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നീതി മെഡിക്കൽ സ്റ്റോർ വഴിയുള്ള മരുന്ന് വിതരണം പൂർണ്ണമായും സിറ്റി സർവീസ് സഹകരണ ബാങ്ക് നിർത്തിവെച്ചിരിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. കുടിശ്ശികയുടെ അടിസ്ഥാനത്തിൽ എന്താണ് കൂടുതൽ വിവരങ്ങൾ? നീതി സ്റ്റോർ വഴി മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് വിതരണം നടത്തിയ വകയിൽ സിറ്റി സഹകരണ ബാങ്കിന് ലഭിക്കാനുള്ളത് 4.77 കോടി രൂപയാണ്. ഈ കുടിശ്ശിക ലഭിക്കാത്ത പക്ഷം ഏപ്രിൽ 1 മുതൽ ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണം നിർത്തുമെന്ന് സഹകരണ ബാങ്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തങ്ങളുടെ പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചു. ഈ കുടിശ്ശിക ലഭിച്ചില്ലെങ്കിൽ ബാങ്കിന്റെ പ്രവർത്തനം താറുമാറാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുഖ്യമന്ത്രിക്ക് നേരിട്ട് തന്നെ കത്ത് അയച്ചിരുന്നു. പക്ഷേ ഈ കത്തിന് ഒരു മറുപടിയും ലഭിക്കാത്ത പക്ഷമാണ് ഇന്ന് ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണം പൂർണ്ണമായും ഈ ബാങ്ക് നിർത്തിവെച്ചിരിക്കുന്നത്. 9 മാസത്തെ കുടിശ്ശികയാണ് ലഭിക്കാനുള്ളത്. അത് ഉടൻ ലഭിച്ചില്ലെങ്കിൽ ബാങ്കിന്റെ മുഴുവൻ പ്രവർത്തനത്തെയും അത് ബാധിക്കുമെന്ന് തന്നെയാണ് ബാങ്ക് ഇപ്പോഴും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഇവർ ഇന്നു മുതൽ മരുന്ന് വിതരണം നിർത്തിയിരിക്കുന്നത്. പക്ഷെ മരുന്ന് വിതരണം നിർത്തിയെങ്കിൽ പോലും തങ്ങൾക്ക് കിട്ടാനുള്ള കുടിശ്ശിക അത് എത്രയും വേഗം ലഭിക്കണമെന്നൊരു ആവശ്യമാണ് ഈ മരുന്ന് വിതരണ ബാങ്ക് അധികൃതർ പറയുന്നത്. ഈ ബാങ്ക് അധികൃതരുമായിട്ട് ആശുപത്രി സൂപ്രണ്ട് ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. അല്പം സമയത്തിന് മുമ്പായിരുന്നു ഈ ചർച്ചയ്ക്ക് വിളിച്ചത്. ഈ ചർച്ചയിൽ തങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. എന്തായാലും തങ്ങൾക്ക് കിട്ടാനുള്ള കുടിശ്ശിക കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും ഇനി ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണം നടത്തുക എന്നുകൂടി ബാങ്ക് അധികൃതർ പറയുന്നുണ്ട്. രോഹിണി, ശരി. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.